യെസ്, കിട്ടിപ്പോയി. മേഘ, മേഘ മാത്യു. ആ, ബോബിയേട്ടന്റെ പെൺകുട്ടിയെ കിട്ടി. ഇഷ്ടായി, എനിക്കിഷ്ടായി. കഴിഞ്ഞ തവണ ഡൽഹിയിൽ നിന്ന് വരുമ്പോ രാജധാനി എക്സ്പ്രസ് വെച്ച് പരിചയപ്പെട്ടതായി കുട്ടി. ബോംബെയിൽ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെർഫോമിംഗ് ആർട്സിൽ റിസർച്ച് ചെയ്യാൻ. എത്രയും പെട്ടെന്ന് ഈ ഫോട്ടോയും അഡ്രസ്സും അവൻ അയച്ചു കൊടുക്കണം. ഇതാടാ എന്റെ പെണ്ണ്. എങ്ങനെയുണ്ട്? എന്താടാ ഒരുമാതിരി പന്തം പോലും കണ്ടിട്ടില്ലാത്ത പെരിച്ചാഴിയെ പോലെ? അല്ല, എന്തല്ല, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാ പെട്ടു. എന്താ ഒരു അരമനസ്? ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് ഈ കുട്ടി അറിയാം. വകയിൽ എന്റെ ഒരു കസിനായിട്ട് വരും. ആ, അപ്പൊ സംഗതി ഈസി. എന്ത് ഈസി? ദേ, ഇവള് നിന്റെ സങ്കല്പങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു പെണ്ണേ അല്ല. റിസർച്ച് സ്റ്റഡി എന്ന് പറഞ്ഞ് ഒരുമാതിരി തെരുവ് നാടകങ്ങൾ നടത്തി ആടിപ്പാടി നടക്കുന്ന ഒരു പ്രത്യേക ടൈപ്പാ. എങ്കിൽ ആ പ്രത്യേക ടൈപ്പിനെ എനിക്കൊന്ന് കാണണം. ഇക്കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ പറ്റും. എങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്തു വഴി? പറയാം. എന്റെ ഇഷ്ടപ്പെട്ടു. എടാ, പെട്ടു എന്ന് പറഞ്ഞ നിന്റെ കസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന്. എന്താണ് നിനക്കൊരു മനപ്രയാസം? ഒരു മനപ്രയാസമില്ല. ഇഷ്ടായി. പക്ഷേ ശരിക്കും പെട്ടത് ഞാനാ. എന്ത്? അവള് അവള് അവൾ എന്റെ പെങ്ങളാടാ. അതേടാ. അല്ല ഷെല്ലി, നീ ഇതുവരെ എന്നോട് ഇങ്ങനൊരു പെങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം അവളെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വാശി പിടിച്ച് കാര്യം സാധിക്കുന്ന കുഞ്ഞു പെങ്ങളാണ് അവൾ ഇന്നും എനിക്ക്. സ്റ്റഡീസിന്റെ പേരിൽ അവൾ എടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നും ഇതുവരെ അതിര് കിടന്നിട്ടില്ല. ഒരു പ്രോമിസ് അവൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നതിന്റെ കാര്യത്തിൽ മാത്രം. ആ കോന്തനെ കണ്ടുപിടിക്കേണ്ട ജോലിയും ബുദ്ധിപൂർവം അവൾ ഷെല്ലിച്ചാനെ ഏൽപ്പിച്ചു. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന എന്റെ ജീവിതത്തിൽ അവളെക്കുറിച്ച് മാത്രമേ ടെൻഷനുള്ളൂ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. അവളെ ഞാൻ നേരിൽ കാണുന്നത് വരെ ഇതൊന്നും അവൾ അറിയരുത്. ചുമ്മാ ഒരു ത്രില്ലിന് വേണ്ടി. എഗ്രീഡ്? എഗ്രീഡ്. ഷെല്ലി, ഷെല്ലി, ഷെല്ലി. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. മേഘയെ കാണണം. സത്യം തുറന്നു പറയണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഒരുപാട് അവളെ തേടിയാലങ്ങ്. പക്ഷെ കണ്ടില്ല. പിന്നെ കേസ്, കോടതി, അമ്മാവൻ മന്ത്രിയായതിൻ്റെ സ്വാധീനം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. എല്ലാറ്റിൽ നിന്നും ഒരു മോചനം, അതായിരുന്നു എനിക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് ഞാൻ റോബിയോടൊപ്പം ചേർന്നത്. സത്യത്തിൽ അത് ഭാഗ്യമായി. മേഘയെ കണ്ടെത്താൻ കഴിഞ്ഞല്ല. സോറി എല്ലാവരോടും. തനിക്കിതൊക്കെ നേരത്തെ എന്നോട് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു. ഞാൻ അത്രക്ക് മനുഷ്യത്തില്ലാത്ത ആളാന്ന് കരുതിയോ? നാഴികയ്ക്ക് 40 വട്ടം കാൽക്കുലേറ്ററുമായി കണക്കൂട്ടി നടക്കുന്ന നിങ്ങളോട് ഞാനിതൊക്കെ എങ്ങനെ പറയും? കുറെ കണക്കൂട്ടലുകൾ മാത്രമാണ് ജീവിതം. ഞാൻ നടത്തുന്ന ഓരോ കൂട്ടലിന്റെയും കുറക്കലിന്റെയും പിന്നിൽ ഒരു വലിയ കുടുംബമുണ്ട്. ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്. ഞങ്ങൾക്കും അതൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ സാർ ശമ്പളം കിട്ടിയില്ലെങ്കിലും കൂടെ നിൽക്കുന്നത്. ബോബി, നമ്മളൊക്കെ
ഭൂമിയിലും ആകാശത്തിലും യാതൊരു പിടിയില്ലാതെ പറന്നു നടക്കുന്നവരാ. കൈയൊന്ന് പിഴച്ചു പോയാൽ എന്തൊക്കെ വന്നാലും തന്നോടൊപ്പം ഞാനുണ്ട്. വാരി തന്നെങ്കിലേ കഴിക്കുമല്ലേ? കള്ളിയാവള്. അതെ അതെ. കുഞ്ഞാത്തി നോക്കണേ. ആ കയ്യിൽ വിട. ഇല്ല, വിടില്ല. എനിക്കറിയാം നീ മേഘയാണെന്ന്. അത് സമ്മതിക്കുന്നവരെ ഞാൻ വിടില്ല. നിങ്ങളുടെ തലയ്ക്ക് എന്തോ അസുഖമാണ്. കഴിക്കുന്നു വിടാൻ. മേഘ ഷെല്ലിയുടെ കൊലപാതകമായിട്ട് എനിക്ക് ചാക്കോ ചേട്ടാ ഒന്നിങ്ങി വന്നേ. ഞാൻ വരില്ല. ആ എന്നാ ഞാൻ അങ്ങോട്ട് വരാം. അടുക്കരുത്, ഞാൻ ഓടും. അടുക്കരുത്, ഞാൻ ഓടും. ഓടാനിപ്പോ എന്താ ഇവിടെ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തിനാ ഓടുന്നേ? അതെന്തിനാ ഓടുന്നത്? ആ ചാക്കോ ചേട്ടൻ വല്ലതും കണ്ടായിരുന്നോ? കണ്ടത് ഞാൻ പറയില്ല. ആരോടും? അതിനിപ്പോ എന്താ കണ്ടത്? ഒന്നും കണ്ടില്ലല്ലോ. ഇല്ലെന്നേ. പക്ഷേ ആ. എനിക്കറിയാം ചാക്കോ ചേട്ടൻ എന്തോ കണ്ടെന്ന്. അത് പുറത്താരെങ്കിലും അറിഞ്ഞ എന്റെ ബോബി സാറേ, ഈ ചാക്കോയുടെ വാക്ക് പഴം ചാക്ക് പോലെ അല്ല സാറേ. ഇപ്പൊ കണ്ടത് പുറത്താരോടും ഞാൻ പറയില്ല. ചാക്കോ! 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 ചാക്കോ വേണ്ട! ചാക്കോ എന്താ ഇത്? പിടിച്ചു പിടിക്കാതെ ഇവനെ പിടിക്കണോ? ചാക്കോ വന്നല്ലോ. വാ വാ ചാക്കോ. എന്ത് പറ്റി ചാക്കോ? പാപം ചെയ്തോ, പാപം ചെയ്തു. എന്ത് പാപം? എന്റെ കർത്താവേ, ഞാനിത് എങ്ങനെ അച്ഛനോട് പറയും? അച്ഛോ, അച്ഛനോട് പൊറുക്കണം. പൊറുക്കാൻ താൻ ആദ്യം കാര്യം പറയൂ. കന്യാസ്ത്രീയുടെ കൈ കയറി പിടിച്ചു. അത്രയുള്ളോ? സാരമില്ല, തനിക്ക് തലയ്ക്ക് സുഖമില്ലാത്തല്ലേ, ഇനി കയറി പിടിക്കാരുന്നാ മതി. ഈശോയെ, ഞാനല്ല അച്ഛോ, ഇവനാ പിടിച്ചത്. അയ്യോ, ചോദിക്കച്ചോ, കന്യാസ്ത്രീയുടെ കൈ കീറി പിടിച്ച് എന്തിനാണ്? ആവശ്യം പറയരുത്. ആവശ്യം അനാവശ്യമൊക്കെ പോലീസുകാർ തീരുമാനിക്കൂടാ. പ്രതി ഇവൻ ഓടുന്നതിനും പിടിച്ച് കെട്ടിയിട്ട് പോലീസിനെ വിളി. മദറെ ഫാദറെ, പോലീസിനെ വിളിക്കേ. ചാക്കോ മിണ്ടായിരിക്കേ. ബാബി എന്തിനാ ഇവിടെ വന്നത്? മദറെ, അത് അനുവാദം ഇല്ലാതെ ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അറിയാം, പക്ഷെ ഹെലികോപ്റ്റർ എന്ത് ചെയ്തിട്ട് നന്നാവുന്നില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്നോ? കള്ളം, പച്ചക്കള്ളം. അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നതിനും കന്യാസ്ത്രീയുടെ കൈക്ക് പിടിച്ചതിനും ആദ്യം ഇവനെ 4 ചാമ്പ് അടിക്കടോ കപ്പേരെ. ബാക്കി പോലീസുകാർ കൊടുത്തോളൂ. അതെ, പോലീസ് വരട്ടെ. ആരൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറയുന്നുവെന്നും എന്തൊക്കെ കള്ളക്കളികൾ നടത്തുന്നുവെന്നും തെളിയുമല്ലോ. എന്ത് കള്ളക്കളി? എവിടെയാണ് ഫോൺ? ഞാൻ തന്നെ വിളിക്കാം. ഫോൺ എവിടെ? എവിടെ ഫോൺ? ആ, പോലീസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ബാബി ആരുടെയും കൈക്ക് പിടിച്ചോ? ഇവനോട് ചോദിച്ചാൽ സത്യം പറയോ? അച്ഛൻ സിൻഡ്രല്ല സിസ്റ്ററോട് ചോദിക്കണം, അപ്പൊ അറിയാൻ സത്യം. എന്തിനാ ഈ പാവം സിസ്റ്ററെ പരസ്യമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? പോലീസ് വരട്ടെ, അതാ നല്ലത്, അല്ലേ സിസ്റ്ററെ? എന്റെ ഈശോയെ, ഇയാള് സിൻഡ്രല്ല സിസ്റ്ററിനെ തടഞ്ഞു നിർത്തി. മാറുമതറേ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് സിസ്റ്ററെ. ധൈര്യമായിട്ട് പറയും. സാക്ഷിയായിട്ട് ചാക്കോണ്ട് കൂടെ ഇവനെയൊക്കെ നമുക്ക് നക്ഷത്രക്കാലെണ്ണിക്കാം. പീഡന കേസാ. പറ 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 പറ. ഇയാൾ പറയുന്നത് സത്യമാണോ സിൻഡ്രല്ല? അതെ, സത്യമോ അസത്യമോ ഒക്കെ നമുക്ക് പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. എന്നെ ആരും തടഞ്ഞു നിർത്തിയിട്ടുമില്ല, കൈ കയറി പിടിച്ചിട്ടുമില്ല. ഈശോയെ, കള്ളം, പച്ചക്കള്ളം. സിസ്റ്ററെ കള്ളം പറഞ്ഞ കണ്ടുമുട്ടിപ്പോവും. ഈ സിൻഡ്രല്ല സിസ്റ്ററിന്റെ ഓർമ്മ പശുക്ക് പറ്റിയതാ. ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. എന്റെ കർത്താവേ, എന്നെ പോലെ നീയും കണ്ടതല്ലേ ഇവൻ? സത്യം തെളിക്കാൻ നീ ഒന്ന് ഇറങ്ങി വന്ന് പറ ഇവനോട്. ചാക്കോ, ചാക്കോ ഇനി വന്നേ. ദേ, താൻ പറഞ്ഞത് മുഴുവൻ സത്യം, 100% സത്യം. തനിക്ക് സുഖമില്ലാത്ത ആളെ ഒരു ആശ്വാസം ആയിക്കോട്ടെ. ഇനി പ്രാർത്ഥിക്കാനായി ചാപ്പലിൽ കയറണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. ശരി മാം. ചാക്കോ, ഉറങ്ങാനുള്ള സമയമായി. ഞാൻ മരുന്ന് തരാം. വാ. ഒരാൾ തന്റെ ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ, അതുമല്ലെങ്കിൽ സ്വന്തം ജീവന് തന്നെ അപകടം സംഭവിക്കും എന്ന് ഭയന്നിട്ട്. താൻ പറഞ്ഞത് സത്യമാണെങ്കിൽ മേഘ മാത്യു എന്ന് പറയുന്ന പെൺകുട്ടി അധികമാരും വന്നെത്താനിടയില്ലാത്ത ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് മറ്റൊരാളായി കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ ചെന്ന് കൈക്ക് പിടിച്ചാൽ ഉടനെ അവരെല്ലാം തുറന്നു പറയുന്നു താൻ കരുതി. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? സാർ, മഠത്തിലെ ആൾക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ആൾമാറാട്ടമാണിതെന്ന് തോന്നുന്നുണ്ടോ? അതറിയില്ലല്ലോ. അതറിയില്ലെങ്കിൽ മഠത്തിൽ വെച്ച് അവരെ കാണാൻ ശ്രമിച്ചത് തീരെ ബുദ്ധിയായില്ല. പള്ളിക്കാരറിയാതെയാണ് ഈ കന്യാസ്ത്രീ വേഷം കെട്ടിയതെങ്കിൽ പള്ളിക്കാർ അറിഞ്ഞുകൊണ്ട് കന്യാസ്ത്രീ
കന്യാസ്ത്രീ വേഷം കേട്ട ഒരു നാടക കമ്പനി ഒന്നും അല്ലല്ലോ. ബോബി സാറ് കൈ കയറി പിടിച്ചില്ല എന്നവർ പറയാൻ കാരണം എന്താ? അത് തീർച്ചയായിട്ടും പോലീസിനെ ഭയന്നിട്ടാണ്. യഥാർത്ഥത്തിൽ അവർ കന്യാസ്ത്രീ ആണെങ്കിൽ പോലീസിനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ അവർ കന്യാസ്ത്രീ അല്ലെന്ന് എനിക്കറിയാലോ. എങ്കിൽ സാറെന്നെടുത്ത ഫോട്ടോ കാണിച്ച് നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്താലോ? ബ്ലാക്ക് മെയിലിംഗ് ഒന്നുമല്ല എന്റെ ഉദ്ദേശം. മറ്റാരും അറിയാതെ സത്യം പറഞ്ഞ അവളെ ബോധ്യപ്പെടുത്താൻ. ബിഷപ്പ് തിരുമേനിയുടെ പെങ്ങളുടെ മകളാണ് സിസ്റ്റർ സിൻഡ്രല എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്താ? അതുകൊണ്ട് പലതുമുണ്ട്. അതൊരു കള്ളമാണെങ്കിൽ നമുക്കൊരു വഴി തുറന്നു കിട്ടാതിരിക്കില്ല.